ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ് ഇത്, ചിക്കൻ ഡോണറ്റ്. ഇതിൻ്റെ ഔട്ട് സൈഡ് നല്ല ക്രിസ്പിയാണ്, ഇൻസൈഡ് നല്ല സോഫ്റ്റുമാണ്. ഇത് നോർമലി ഉണ്ടാക്കുന്ന ഡോണറ്റിൽ നിന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൈം കളയാതെ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് അവിടെ മാറ്റി വെക്കണേ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വേവിക്കാതെയാണ് അരക്കുക. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് വേവിച്ചിട്ട് അരക്കുന്നതാണ്. ഈ വേവിക്കാതെ ചെയ്യുമ്പോൾ ഡോണറ്റിനെ നമ്മൾ കുറേ നേരം ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്ത് അധികം നേരം ഓയിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം. ഇനി ഇത് വേവിക്കുക. അതിനായിട്ട് ചിക്കനെ ആ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം, ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും. ബാക്കി ചിക്കനിൽ ഇറങ്ങിക്കോളും. ഇനി ഇതിനെ നമുക്ക് ഗ്യാസിലോട്ടേക്ക് വെക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 to 10 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ. ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് തന്നെ നമുക്ക് വേവിക്കാം. ഞാനിതൊരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. ഇനി ഇത് കവർ ചെയ്യാതെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതിൽ വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് വെന്ത് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡോണറ്റ് മിക്സ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരച്ചെടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ വേവിച്ച ചിക്കനില്ലേ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിലെ അത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, ഒരു തണ്ട് കറിവേപ്പില, ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റാണ്. അതിൽ 2 പച്ചമുളകും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള. ഇനി ഇതിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു മുട്ടയുടെ മഞ്ഞ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാണ്ട് ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ മിക്സിയിൽ ഇത്രേ ഗ്രൈൻഡ് ആവുന്നുള്ളൂ. ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് കേട്ടോ. ഈ മിക്സ് ഒന്ന് ടൈറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മിക്സ് ഒന്ന് ടൈറ്റ് ആയാലേ നമുക്ക് ഡോണറ്റ് നല്ല ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് ബ്രെഡ് ക്രംസ് നിങ്ങൾ യൂസ് ചെയ്യണേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ബ്രെഡ് ക്രംസും ഒക്കെ നല്ലപോലെ ഒന്ന് പിടിക്കണേ. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇത് കോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട മിക്സ് നമുക്കിവിടെ പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു ബൗളിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഡോണറ്റ് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പീസ് എടുത്ത് ഇതുപോലെ നല്ലപോലെ ഉരുട്ടണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ പരിപ്പ് വടക്കൊക്കെ പ്രസ് ചെയ്യുന്നില്ല, ആ ഒരു കനത്തിൽ. എന്നിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ, മിഡിലിൽ ഇതുപോലെ കേട്ടോ. ഇനി ഇതിനെ നമുക്ക് എഗ്ഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്യാം. ഇനി ഇത് ബ്രെഡ് ക്രംസിൽ നല്ലപോലെ ഉരുട്ടി ഇങ്ങനെ നല്ല ഷേപ്പാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇനി എല്ലാ ഡോണറ്റും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം.
ഞാനിവിടെ ഡോണറ്റ് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഡോണറ്റൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ചിക്കൻ മാത്രമേ നമ്മൾ കുക്ക് ചെയ്തിട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഇതിൽ വെന്ത് കിട്ടാണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ തന്നെ ഒരു 2 to 3 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു 3 മിനിറ്റിന് ശേഷം ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്, ഫ്ലെയിം കൂട്ടിയിട്ടില്ലേ. ഈ ഒരു ടൈമിൽ ഇത് കുക്കായിട്ടുണ്ട്, പക്ഷെ നമുക്കൊന്നും കൂടി ഇതിനൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ആ ക്രഞ്ചിയും ക്രിസ്പി ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ 2 മിനിറ്റും കൂടി ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് നല്ല ക്രിസ്പി, നല്ല ക്രഞ്ചിയാണ്. ഇനി നമുക്കിതിനെ ഓയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. എൻ്റെ ചാനൽ ഒന്ന് ഇഷ്ടമായാൽ വീഡിയോ കണ്ടു ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കണം, അപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.